ഓക്കെ, അപ്പോ ഇതില് ക്ലിനിക്കൽ പാത്തോളജിയിലെ യൂറിൻ എക്സാമിനേഷൻ ആണ് ഇന്നത്തെ ടോപ്പിക്. ശരിക്കും ഇത് എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു ഹാഫ് ടോപ്പിക് ആണ് ഇത്. ബാക്കി ഹാഫ് വേറെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നെക്സ്റ്റ് ക്ലാസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് കറക്റ്റ് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് യൂറിൻ എക്സാമിനേഷൻ. ആകെ ഇത്രേ ഉള്ളൂ, 2 ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഹാഫ്. ഇനി ഇതാണ് കോമ്പോസിഷൻ ഓഫ് നോർമൽ യൂറിൻ. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോ നമുക്ക് കുറെ ടെസ്റ്റ് നമ്മൾ പറയും. ഇപ്പൊ ഒരു യൂറിൻ അനാലിസിസ് അല്ലെങ്കിൽ യൂറിനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഐഡിയലി പറയുമ്പോൾ അതിന്റെ ഫിസിക്കലി ആ യൂറിന്റെ ഫിസിക്കലി ഇപ്പൊ എന്താ നമുക്ക് നോക്കാൻ പറ്റുക, വോള്യം, ബൾക്ക്, അതിന്റെ വോള്യം നോക്കാൻ പറ്റും. പിന്നെ അതിന്റെ pH, അതിന്റെ കളറ്, അപ്പിയറൻസ്, ഓർഡർ, അങ്ങനെ ഫിസിക്കലി നോക്കണം. പിന്നെ കെമിക്കലി എന്തൊക്കെ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് യൂറിന്. അങ്ങനെ ഐഡിയലി പറയുമ്പോൾ വി ഹാവ് ഫിസിക്കൽ എക്സാമിനേഷൻ ആസ് വെൽ ആസ് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ. അപ്പോൾ ഇതിൽ എന്താണെങ്കിലും ഇപ്പോൾ നോർമൽ യൂറിനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടിലും കൂടെ നോക്കുന്നത്. ദ വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, പിന്നെ ഓസ്മോലാരിറ്റിയുടെ കാര്യം പറയണില്ല, pH, ബാക്കി ഒരു ഇതെല്ലാം ഉണ്ട്, ഗ്ലൂക്കോസ്, പ്രോട്ടീൻസ്, യൂറോബിലിനോജൻ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയാ റെഫറൻസ് വാല്യൂസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് എന്തായാലും കയ്യിലുണ്ടാവണം. ഇതിപ്പോ ഇത്രയും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതാണ് ഇതിന്റെ റെഫറൻസ് വാല്യൂസ്. അപ്പൊ എന്തെങ്കിലും ക്ലിനിക്കൽ സെനാരിയോ എന്ത് കിട്ടുകയാണെന്ന് വെച്ചെങ്കിലും നമുക്ക് ഈ റെഫറൻസ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്ത് നോക്കാം, കൂടുതലാണോ കുറവാണോ അങ്ങനെയൊക്കെ. ഇതിൽ ഏകദേശം കുറച്ച് വാല്യൂസ് നമ്മൾ ഇന്ന് പഠിക്കും, ലൈക്ക് യൂറിൻ വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, pH, ഗ്ലൂക്കോസ്, പ്രോട്ടീൻസ്, പിന്നെ ക്രിയാറ്റിനിൻ, ഇത്രയും നമ്മൾ ഇന്ന് നോക്കും. ഓക്കെ, ഇനി കറക്റ്റ് യൂറിനാലിസിസ്. ഈ യൂറിനാലിസിസിൽ നമുക്ക് ശരിക്കും വാട്ട് ആർ ദി ഇൻഡിക്കേഷൻസ് ഫോർ യൂറിനാലിസിസ്? നമുക്ക് യൂറിൻ അനാലിസിസ് പെർഫോം ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ്? ഒരെണ്ണം എന്ന് പറഞ്ഞാല് ദ ഓർഗൻ ദാറ്റ് ഇസ് ഫിൽറ്ററിംഗ് ദ ബ്ലഡ് ഇസ് യുവർ കിഡ്നീസ്, റൈറ്റ്? അപ്പോൾ കിഡ്നിയിൽ എന്തെങ്കിലും എനി റീനൽ ഡിസീസസ്, വെദർ ഇറ്റ് ബി ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീനൽ ഡിസീസസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ ഫിൽട്രേഷൻ. അപ്പൊ യൂറിനിൽ യു ക്യാൻ സീ ദ ഡിസ്പാരിറ്റീസ് ഇൻ ദ യൂറിൻ. ഓക്കെ, അപ്പോൾ റിസൾട്ടിങ് യൂറിനിൽ ദർ വിൽ ബി ഡിസ്പാരിറ്റീസ് ഇൻ ദ റെഫറൻസ് വാല്യൂസ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വാല്യൂസിൽ കുറെ ഡിഫറൻസ് വരും. അപ്പോൾ സസ്പെക്ടഡ് റീനൽ ഡിസീസസ് ഉണ്ടെങ്കിൽ വിൽ പെർഫോം യൂറിനാലിസിസ്. പിന്നെ ഒബ്വിയസ്ലി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് എന്താ ബാക്ടീരിയോളജിക്കൽ എന്താ കൾച്ചറിങ് അങ്ങനെ ഉള്ള സംഭവത്തിനൊക്കെ വിൽ ടേക്ക് യൂറിൻ സാമ്പിൾ. പിന്നെ ഡയബറ്റിസ് മെലിറ്റസ്, അത് പറയേണ്ട ആവശ്യമില്ല, എന്തായാലും ഡയബറ്റിസിൽ യൂറിനാലിസിസിന് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അതിപ്പോ അതിന്റെ എന്താ പറയാ തെറാപ്പീന്റെ പ്രോഗ്നോസിസ് നോക്കാനാണെങ്കിൽ എന്താണെങ്കിലും. ഓക്കെ, പിന്നെ പ്ലാസ്മ സെൽ ഡിസ്ക്രീസിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ മൈലോമ പോലെ. നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഇലക്ട്രോഫോറസിസ് ഒക്കെ മൾട്ടിപ്പിൾ മൈലോമയില് ഗാമ ബാൻഡ് എലിവേറ്റഡ് ആയിട്ട് ഇലക്ട്രോഫോറസിസ് ഒക്കെ ചെയ്തതിന്റെ പടമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് വി ആർ ടേക്കിംഗ് യൂറിൻ സാമ്പിൾ. ഓക്കെ, അപ്പോ പ്ലാസ്മ സെൽ ഡിസ്ക്രീസിയസ്, പിന്നെ ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി, അതെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് കുറച്ച് ഇൻഡിക്കേഷൻസ് ഓഫ് യൂറിൻ ടെസ്റ്റ്, യൂറിനാലിസിസിന്റെ കുറച്ച് ഇൻഡിക്കേഷൻസ്. എനി റീനൽ ഡിസീസസ്, UTI, ഡയബറ്റിസ്, പ്ലാസ്മ സെൽ ഡിസ്ക്രീസിയസ് ലൈക്ക് യുവർ മൾട്ടിപ്പിൾ മൈലോമ, പിന്നെ പ്രഗ്നൻസി ഡയഗ്നോസിസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എങ്ങനെ യൂറിൻ കളക്ട് ചെയ്യും? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുക യൂറിനാലിസിസിൽ സ്റ്റാർട്ടിങ് തൊട്ടിട്ടാണ് പറയാൻ പോണത്. നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും, പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യും, പിന്നെ വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ഓർഡറിൽ പോവാം. അപ്പൊ ഫസ്റ്റ് കളക്ഷൻ ഓഫ് യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ പല ടൈപ്പിൽ കളക്ട് ചെയ്യാം. ലൈക്ക് ടൈം ഓഫ് കളക്ഷൻ, ഇതിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് മതി, ഒരു സിംഗിൾ സ്പെസിമെൻ മതിയായിരിക്കും, ഒരു സിംഗിൾ സാമ്പിൾ മതിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസിൽ യു വിൽ റിക്വയർ എ 24-hour യൂറിൻ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. അതാ ടൈം ഓഫ് കളക്ഷൻ അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ യു റിക്വയർ എ സിംഗിൾ സ്പെസിമെൻ, അല്ലെങ്കിൽ എ 24-hour യൂറിൻ ഔട്ട്പുട്ട്, അതായത് ഒരു ഫുൾ ഡേയിലെ യൂറിൻ ഔട്ട്പുട്ട്. സിംഗിൾ സ്പെസിമെൻ ആണ് നമുക്ക് മിക്കവാറും ഫെമിലിയർ ആയിട്ടുണ്ടാവുക. അപ്പൊ സിംഗിൾ സ്പെസിമെനിൽ തന്നെ ഇറ്റ് ക്യാൻ ബി എ ഫസ്റ്റ് മോർണിംഗ് വോയിഡിംഗ് സ്പെസിമെൻ, റാൻഡം സ്പെസിമെൻ, അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡിയൽ സ്പെസിമെൻ. ഈ ഫസ്റ്റ് മോർണിംഗ് വോയിഡിംഗ് ഞാൻ കുറച്ച് എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ബിക്കോസ് ദിസ് ഇസ് ദ എന്താ പറയുക മോസ്റ്റ് പ്രിഫേർഡ് സാമ്പിൾ ഓഫ് യൂറിൻ. ഓക്കെ, മോസ്റ്റ് പ്രിഫേർഡ് സിംഗിൾ സ്പെസിമെൻ ഫോർ യൂറിൻ അനാലിസിസ് ഇസ് ഫസ്റ്റ് മോർണിംഗ് വോയിഡിംഗ്. വൈ? ബിക്കോസ് എന്താ ഫസ്റ്റ് വോയിഡിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, അല്ല നമ്മൾ എണീറ്റേക്കുള്ള ഫസ്റ്റ് വോയിഡിംഗ് ആണ്. അപ്പോൾ
എന്താ ഇറ്റ് വിൽ ബി ഹൈലി കോൺസെൻട്രേറ്റഡ്. അപ്പൊ ഹൈലി കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ ഇറ്റ് വിൽ ബി അസിഡിക്. അപ്പൊ ഈ അസിഡിക് മീഡിയത്തിൽ യുവർ സെൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ സെൽസ് എന്താണെങ്കിലും ഇറ്റ് വിൽ ബി പ്രിസേർവ്ഡ്. ഒന്നും ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവില്ല, ഇറ്റ് വിൽ ബി പ്രിസേർവ്ഡ്. സോ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് യൂറിൻ സാമ്പിൾ അല്ലെങ്കിൽ യൂറിൻ സ്പെസിമെൻ ഇസ് ദ മോസ്റ്റ് പ്രിഫേർഡ് വൺ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. പക്ഷെ മിക്കവാറും നമുക്കത് എന്താ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം വിൽ ഗോ ഫോർ എ റാൻഡം സ്പെസിമെൻ. റാൻഡം സ്പെസിമെനും ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ്ങിനും സെയിം ഇൻഡിക്കേഷൻസ് ആണ്. നമ്മൾ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യും, പക്ഷെ മിക്കവാറും വിൽ ഗോ ഫോർ എ റാൻഡം സ്പെസിമെൻ ഡ്യൂ ടു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. അല്ലെ, മിക്കവാറും ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് ഒന്നും ആയിട്ട് പോകാൻ പറ്റില്ല. ലാബിക്ക് പോകുന്നതിന് ദർ ആർ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ വിൽ ഗോ ഫോർ റാൻഡം സ്പെസിമെൻ. റാൻഡം സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ a single specimen that is collected during any time of the day is called a random specimen. അപ്പോൾ സിംഗിൾ സ്പെസിമെനിൽ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് വിച്ച് ഇസ് ദ മോസ്റ്റ് പ്രിഫേർഡ് വൺ, പിന്നെ റാൻഡം സ്പെസിമെൻ, പിന്നെ ദർ ഇസ് പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ. അതിന് വേറെ തന്നെ ഇൻഡിക്കേഷൻസ് ആണ്. ഇതുപോലല്ല, വേറെ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ എന്താ പറയാ ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ ഗ്ലൂക്കോസ് ലെവൽ നോക്കാൻ വേണ്ടി നമ്മൾ 2 മീൽസ് കഴിച്ചിട്ട് 2 hour കഴിഞ്ഞിട്ടുള്ള യൂറിൻ സാമ്പിൾ എടുക്കും. അതൊക്കെയാണ് പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ. അത്രേ ഉള്ളൂ ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇസ് യുവർ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ്, അല്ലെങ്കിൽ വി വിൽ ഗോ ഫോർ എ റാൻഡം സ്പെസിമെൻ. ഇനി 24 hour സ്പെസിമെൻ. ഈ 24 hour സ്പെസിമെൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ ഇന്നാണ് നമ്മളത് കളക്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഇന്നത്തെ ഒരു 24 hour യൂറിൻ ഔട്ട്പുട്ട് ആണ് നമുക്ക് നമ്മളോട് എന്താ പറയാ നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ എണീക്ക്. അപ്പൊ രാവിലെ എണീച്ചുള്ള ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് യൂറിൻ നമ്മൾ എടുക്കൂല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വോയിഡഡ് യൂറിൻ ഈസ് ഡിസ്കാർഡഡ്. ബാക്കി ആഫ്റ്റർ ദ ഫസ്റ്റ് വോയിഡിങ് യൂറിൻ സബ്സീക്വന്റ്ലി ഉള്ള എല്ലാ യൂറിൻ ഔട്ട്പുട്ടും വിൽ കളക്ട് ഇൻ ടു എ ലാർജ് ക്ലീൻ 2 liter ബോട്ടിൽ. ഓക്കെ, ഇതിൽ കളക്ട് ചെയ്യും. പക്ഷെ ഇത് കളക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ, കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് 4 to 6 degree സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഫൈനലി നമ്മൾ ആ നൈറ്റ് വരെ കളക്ട് ചെയ്യണം. അന്നത്തെ ഡേ നമ്മൾ ആകെ ഡിസ്കാർഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് യൂറിൻ മാത്രം ഡിസ്കാർഡ് ചെയ്ത് ബാക്കി സബ്സീക്വന്റ്ലി ഉള്ള എല്ലാതും എടുത്ത് അതിന്റെ ഇടയിൽ വരുന്ന ടൈമൊക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിലല്ല ഈ ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. വി ആർ സ്റ്റോറിങ് ഇറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 4 to 6 degree സെൽഷ്യസ്. എന്നിട്ടും നൈറ്റ് വരെയുള്ള സാമ്പിൾ എടുത്ത് നെക്സ്റ്റ് ഡേയിലെ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് യൂറിൻ എടുക്കും. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ഇന്നാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ വിൽ ഡിസ്കാർഡ് ദ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് യൂറിൻ, സബ്സീക്വന്റ്ലി ഉള്ള എല്ലാതും എടുത്ത് പ്ലസ് നെക്സ്റ്റ് ഡേയിലെ ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് കൊടുക്കും. ദാറ്റ് ഈസ് എ 24 hour സ്പെസിമെൻ. എന്നിട്ട് എന്താ പറയാ പെട്ടെന്ന് തന്നെ വിൽ ടേക്ക് ഇറ്റ് ഇൻ ടു ദ ലബോറട്ടറി. അതാണ് 24 hour യൂറിൻ സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ അതാണ് ടൈം ഓഫ് കളക്ഷൻ. ഇനി കളക്ഷൻ മെത്തേഡ് തന്നെ. ഇതിപ്പോ എങ്ങനെ കളക്ട് ചെയ്യും? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ടൈം വെച്ചിട്ട് പറഞ്ഞു, ഫസ്റ്റ് മോർണിംഗ് വോയിഡിങ് അല്ലെങ്കിൽ റാൻഡം എപ്പോഴെങ്കിലും എടുത്തത്, അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ മീൽസ് കഴിച്ച് 2 hours കഴിഞ്ഞത്, അല്ലെങ്കിൽ മൊത്തത്തിൽ 24 hour ഔട്ട്പുട്ട്. അത് നമ്മൾ ടൈം വെച്ച് പറഞ്ഞു. ഇനി കളക്ഷൻ ഏതാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഫുൾ നമ്മൾ എന്താ പറയാ വോയിഡ് ചെയ്യുന്നത് ഫുൾ കളക്ട് ചെയ്യണോ? വേണ്ട. അപ്പൊ അതനുസരിച്ചിട്ട് കളക്ഷൻ മെത്തേഡ്സ് മിഡ് സ്ട്രീം. അപ്പോ മിഡ് സ്ട്രീം സ്പെസിമെൻ കളക്ട് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ വോയിഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന യൂറിനില്ലേ ഫസ്റ്റ് ഹാഫ് അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പെരിനിയം അല്ലെങ്കിൽ യൂറിത്ര അവിടെ ഒക്കെ ഉള്ള കുറച്ച് കണ്ടാമിനേറ്റിംഗ് സെൽസ് അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ കണ്ടാമിനൻസ് ഉണ്ടാവും. അപ്പൊ ആ കണ്ടാമിനൻസ് വാഷ് ഔട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് യൂറിൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ആൻഡ് വി വിൽ കളക്ട് ദ മിഡ് സ്ട്രീം സ്പെസിമെൻ. ഓക്കെ, അപ്പൊ അതാണ് എന്താ പറയാ കളക്ഷൻ മെത്തേഡിൽ ഫസ്റ്റ് വൺ മിഡ് സ്ട്രീം സ്പെസിമെൻ. അപ്പൊ മിഡ് സ്ട്രീം സ്പെസിമെൻ ആണ് നമ്മൾ കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഉണ്ട് കുറച്ചും കൂടെ ഐഡിയലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് ക്ലീൻ കാച്ച് സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബാക്ടീരിയോളജിക്കൽ കൾച്ചറാ ചെയ്യേണ്ടത്. അപ്പൊ എന്താ പറയാ ഒരിക്കലും എന്താ പറയാ വേറെ കണ്ടാമിനൻസ് വരണ്ട. പെരിനിയം യൂറത്ര അവിടെയുള്ള കണ്ടാമിനൻസ് തീരെ വേണ്ട ബാക്ടീരിയൽ കൾച്ചറിങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജെനൈറ്റൽ ഏരിയ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഉള്ള മിഡ് സ്ട്രീം സ്പെസിമെൻ എടുക്കും. അതാണ് ക്ലീൻ കാച്ച് സ്പെസിമെൻ. ഓക്കെ, അപ്പൊ അതിന് ഇൻഡിക്കേഷൻസ് വേറെയാണ്. അതായത് ബാക്ടീരിയൽ കൾച്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ യൂറിൻ സ്പെസിമെൻ വേണമെന്നുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ എ മിഡ് സ്ട്രീം സ്പെസിമെൻ.
പിന്നെ catheter specimen, അത് ഒന്നുമില്ല. ഇപ്പോ ബെഡ് റിഡൻ പേഷ്യൻസിൽ വിൽ ഗോ ഫോർ എ catheter specimen. ഓക്കെ. പിന്നെ അതായത് എന്താ പറയുക, ആംബുലേറ്ററി അല്ലാത്ത പേഷ്യൻസിൽ വിൽ ഗോ ഫോർ എ catheter specimen. ഇൻഫൻസിൽ കുറച്ച് മാറ്റമുണ്ട്, കാരണം നമുക്ക് അവരെ കൊണ്ട് പോയി ഇരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വിൽ അറ്റാച്ച് എ ക്ലീൻ പ്ലാസ്റ്റിക് ബാഗ് അറൌണ്ട് ദ ഇൻഫൻസ് ജെനിറ്റാലിയ. എന്നിട്ട് അത് കുറച്ച് സമയം അവിടെ വെച്ചാൽ മതി. ആൻഡ് യൂറിൻ ഔട്ട്പുട്ട് വരുമ്പോൾ വിൽ ടേക്ക് ദ ബാഗ് ബാക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ ഇൻഫൻസിൽ. പിന്നെ ഓക്കെ, അപ്പൊ ടൈം ഓഫ് കളക്ഷനിൽ നമ്മൾ പറഞ്ഞത് രണ്ടെണ്ണം. ഒന്ന് സിംഗിൾ സ്പെസിമെൻ, 24-hour സ്പെസിമെൻ. സിംഗിൾ സ്പെസിമെനിൽ ഏർലി മോർണിംഗ്, റാൻഡം, പോസ്റ്റ് പ്രാൻഡിയൽ. കളക്ഷൻ മെത്തേഡിൽ മിഡ് സ്ട്രീം, ക്ലീൻ കാച്ച്, കത്തീറ്റർ, ഇൻഫൻസ്. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 hours നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ഇൻ ദ ലബോറട്ടറി. അല്ലാന്നുണ്ടെങ്കിൽ certain changes occur to the urine sample. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ യൂറിനില് എന്താ പറയാ, ഒന്നാമത് യൂറിന്റെ pH കൂടും. കാരണം യൂറിനിൽ അമോണിയ പ്രൊഡക്ഷൻ ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദ യൂറിയസ് ആക്ടിവിറ്റി അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് pH കൂടും. ഓക്കെ, മോർ ഓഫ് ആൽക്കലൈൻ ആവും, pH കൂടും. പിന്നെ ടർബിഡിറ്റി കൂടും. ഓക്കെ, ഈ ഫോസ്ഫേറ്റ്സും കാൽഷ്യം ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ടർബിഡിറ്റി കൂടും. പിന്നെ ഇപ്പോ നമ്മുടെ യൂറിൻ സാമ്പിളിൽ വല്ല സെൽസോ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്യും. അപ്പൊ എന്താണ്ടാവുക, ഗ്ലൂക്കോസ് ഓൾറെഡി യൂറിൻ ഗ്ലൂക്കോസ് എന്താവും, ഡിക്രീസ് ചെയ്യും. അപ്പൊ pH കൂടും, വല്ല ടർബിഡിറ്റി കൂടും. കാരണം ഫോസ്ഫേറ്റ്സ് കാൽഷ്യം ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ടർബിഡിറ്റി കൂടും. പിന്നെ ഗ്ലൂക്കോസ് ലെവൽ കുറയും, കാരണം സെൽസ് കൺസ്യൂം ചെയ്യും ഗ്ലൂക്കോസ്. അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ കീറ്റോൺ ബോഡി ഉണ്ടെങ്കിൽ എന്താ, കീറ്റോൺ ബോഡി ഇസ് വെരി മച്ച് വോളറ്റൈൽ. അപ്പൊ അവര് ഡിസപ്പിയർ ആവും, കാരണം അവർ വോളറ്റൈൽ ആയി പോകും. അപ്പൊ 2 hours ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും ലബോറട്ടറി വാല്യൂസിന്. ഇനി അഥവാ വി ആർ എക്സ്പെക്ടിങ് സം ഡിലേ ടു ദിസ് 2 hour, നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് പ്രിസർവ് ദ യൂറിൻ സാമ്പിൾ. ഐഡിയലി എന്താ ഇപ്പോ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ അറ്റ് അബൌട്ട് 4 to 6 degree. അപ്പൊ നമുക്ക് ഒരു 8 hours സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയും കുഴപ്പമില്ല വിചാരിക്കുന്നു. നോക്കട്ടെ, ഒന്നും കൂടെ നോക്കാം. ഇത് ജസ്റ്റ് ചാർട്ട്. പിന്നെ യൂറിനാലിസിസിൽ ഇൻഡിക്കേഷൻസ് കുഴപ്പമുണ്ടാവില്ല. UTI, ഡയബറ്റിസ്, എന്തെങ്കിലുമൊക്കെ എന്തായാലും എല്ലാവർക്കും എഴുതിയേക്കാം. മൾട്ടിപ്പിൾ മൈലോമ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ, റീനൽ ഡിസീസസ്. ഇനി കളക്ഷൻ ഓഫ് യൂറിൻ പറഞ്ഞു, നമ്മൾ എപ്പോ കളക്ട് ചെയ്യും, പിന്നെ കളക്ഷൻ മെത്തേഡ് ഏത്, മിഡ് സ്ട്രീം ആണോ ക്ലീൻ കാച്ച് ആണോ, അങ്ങനെ. പിന്നെ യൂറിൻ നമ്മൾ കുറച്ച് എന്താ പറയാ, മോർ ദാൻ 2 hours സ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല, കാരണം കെമിക്കൽ ചേഞ്ചസ് നടക്കും. അപ്പൊ റിസൾട്ടിൽ വേരിയേഷൻ വരും. സോ ഇഫ് വി ആർ എക്സ്പെക്ടിങ് എനി ഡിലേ that is more than 2 hours, you should preserve the urine sample, and the best thing to do is refrigerate the sample at about 4 to 6 degrees Celsius. അപ്പൊ മാക്സിമം ഓഫ് 8 hours വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതുവരെ ഓക്കെ അല്ലേ? കുഴപ്പമുണ്ടോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ ഏതെങ്കിലും? ക്ലീൻ കാച്ച് ഒന്നുകൂടെ പറയൂ. ക്ലീൻ കാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണ നമുക്കിപ്പോ യൂറിൻ ഒരു സിംഗിൾ സ്പെസിമെൻ ഓഫ് സിംഗിൾ സാമ്പിൾ ഓഫ് യൂറിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് ചെയ്തവർക്ക് അറിയാം, ഇപ്പൊ കൊടുത്തവർക്ക് അറിയാൻ പറ്റും മിഡ് സ്ട്രീം സ്പെസിമിനാ കൊടുക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ കളഞ്ഞിട്ട് മിഡ് സ്ട്രീം മാത്രം കൊടുക്കും. കാരണം ഫസ്റ്റ് ഉള്ളത് എന്താ പറയാ, പെരിനിയൽ, യൂറിത്രൽ, അവിടുത്തെ കണ്ടാമിനൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫ് കളയും. ബാക്കി ഡയറക്റ്റ് യൂറിനറി ബ്ലാഡറിന്ന് വരുന്ന മിഡ് സ്ട്രീം സ്പെസിമെൻ മാത്രം എടുക്കും. ക്ലീൻ കാച്ച് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോ നമുക്ക് വല്ല ബാക്ടീരിയ എന്തെങ്കിലും സസ്പെക്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ കിട്ടണം. അപ്പൊ അതുകൊണ്ട് അവിടെ ബാക്കി നമ്മുടെ പെരിനിയൽ, യൂറിത്രൽ ഏരിയയിലൊക്കെ വേറെ വല്ല എന്താ പറയാ കോമൺ സെൽസ് അല്ലെങ്കിൽ വേറെ വല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട. നമുക്ക് യൂറിനിലുള്ള ബാക്ടീരിയനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ക്ലീൻ ദ ജെനൈറ്റൽ ഏരിയ. സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് വിൽ ക്ലീൻ ദ ജെനൈറ്റൽ ഏരിയ. എന്നിട്ട് എന്താ, നമ്മൾ യൂറിൻ വോയിഡ് ചെയ്യുമ്പോൾ എന്താ, ഫസ്റ്റ് ഹാഫ് എന്തായാലും വോയിഡ് ചെയ്യും, ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഫസ്റ്റ് ഹാഫ് വോയിഡ് ചെയ്യും. എന്നിട്ട് മിഡ് സ്ട്രീം സ്പെസിമെൻ എടുക്കും. അപ്പൊ കമ്പയർ ടു ദ ഫസ്റ്റ് വൺ കുറച്ചും കൂടെ എന്താ പറയാ, ഒരു അസെപ്റ്റിക് കണ്ടീഷനിൽ നമുക്ക് യൂറിൻ കിട്ടും. ഓക്കെ, അതാണ് ക്ലീൻ കാച്ച് സ്പെസിമെൻ. ബാക്ടീരിയൽ കൾച്ചറിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒരു ക്ലീൻ യൂറിൻ സ്പെസിമെൻ കിട്ടാൻ വേണ്ടിയിട്ട് ജെനൈറ്റൽ ഏരിയ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം.
ഓക്കെ, ഇനി പറയണ്ടല്ലോ ഇനി. ഓക്കെ, അപ്പോ ഫിസിക്കൽ എക്സാമിനേഷൻ ഇനിയുള്ളത് ഇപ്പോ ജസ്റ്റ് ഇതുവരെ നമ്മൾ പറഞ്ഞത് എപ്പോ കളക്ട് ചെയ്യും, എങ്ങനെ കളക്ട് ചെയ്യും, പിന്നെ പ്രിസർവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ടു ദ ലബോറട്ടറി. ഇനി ലബോറട്ടറിയിൽ എത്തി. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം, കെമിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. പക്ഷെ ഫിസിക്കൽ എക്സാമിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ, ഞാൻ കെമിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ പറയാം. കെമിക്കൽ ആണ് കുറച്ചും കൂടെ അറിയാനുള്ളത്. ഫിസിക്കൽ എല്ലാവർക്കും ഞാൻ ലാസ്റ്റ് പറയാ, ഓടിച്ചു വിടാനുള്ളതേ ഉള്ളൂ. എന്താ കളറിലുള്ള വേരിയേഷൻ, ഓർഡറിലുള്ള വേരിയേഷൻ, pH-ലുള്ള വേരിയേഷൻ, അങ്ങനെയൊക്കെ. അപ്പോ ഡയറക്ട്ലി കെമിക്കൽ എക്സാമിനേഷൻ നോക്കുകയാണ്. കാരണം കെമിക്കൽ എക്സാമിനേഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ഫുള്ള് കെമിക്കൽ എക്സാമിനേഷൻ. അപ്പൊ അതുകൊണ്ട് സ്ട്രേറ്റ് അവേ ഗോ ടു കെമിക്കൽ എക്സാമിനേഷൻ. കെമിക്കൽ എക്സാമിനേഷനിൽ ഇത്രയും കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് യൂറിനിൽ എക്സാമിനേഷൻ ചെയ്യാം. പ്രോട്ടീൻസ് ഉണ്ടോ നോക്കാം, ഗ്ലൂക്കോസ്, കീറ്റോൺസ്, ബിലിറുബിൻ, ബൈസാൾട്ട്, യൂറോബിലിനോജൻ, ബ്ലഡ്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, നൈട്രൈറ്റ് ഓർ ല്യൂക്കോസൈറ്റ് എക്സ്ട്രേസ്. ഇന്ന് ജസ്റ്റ് പ്രോട്ടീൻ, ഗ്ലൂക്കോസ് ആൻഡ് കീറ്റോൺസ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ടോപ്പിക്കിൽ വി ലുക്ക് ഇൻ ടു പ്രോട്ടീൻസ്, ഗ്ലൂക്കോസ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോട്ടീൻ യൂറിനിൽ വരുന്ന സിറ്റുവേഷൻസ്. നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നോർമലി ഇപ്പൊ നമ്മളെ യൂറിനിൽ എന്തുണ്ട്, നമ്മൾ പറയും നോർമലി യൂറിനിൽ പ്രോട്ടീൻ എക്സ്ക്രീഷൻ ഇല്ല. പക്ഷെ ഒരു എന്താ പറയാ 150 milligram 24 hours, അതായത് 1 day ഒരു 150 milligrams ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ. ഓക്കെ, പക്ഷെ അത് നമ്മളെ എന്താ പറയാ റെഗുലർ ലബോറട്ടറി ടെസ്റ്റ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. അത്രയും സ്മോൾ എമൗണ്ട് ഓഫ് യൂറിൻ ക്യാൻ ബി എക്സ്ക്രീറ്റഡ്, അത്രയും സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് ഗ്ലോമറുലസ് ഫിൽട്ടർ ചെയ്ത് വന്ന പ്രോട്ടീൻ അല്ല, മറിച്ച് ഇപ്പോ ഈ ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസിന്റെ ഡീസ്ക്വമേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സെക്രീറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ്, അങ്ങനൊക്കെ വന്ന പ്രോട്ടീൻസ് ആണ്. ഈ കിഡ്നി ട്യൂബ്യൂൾസ് ഇല്ലേ, ട്യൂബ്യൂൾസിന്റെ എപ്പിത്തീലിയം ഡീസ്ക്വമേഷൻ നടക്കുമല്ലോ, ഇവർക്ക് ഡീസ്കമേഷൻ ഏജിങ് ആയിട്ട് ഇവർക്ക് ഡീസ്കമേഷൻ നടക്കും. അതുപോലെ അവര് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടാവും. അതൊക്കെ കൂടി ഒരു മൈനർ എമൗണ്ട്, മാക്സിമം പോയ ഒരു 150 milligrams ക്യാൻ ബി എക്സ്ക്രീറ്റഡ് എ ഡേ ഇൻ യൂറിൻ. പക്ഷെ ഇറ്റ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ ആ റൂട്ടീൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നമ്മൾ പ്രോട്ടീൻ യൂറിയ ഉണ്ട് എന്ന് പറയാ, വെൻ പ്രോട്ടീൻ എക്സ്ക്രീഷൻ ഗോ ബിയോണ്ട് ദിസ് 150 milligram per 24 hours, that is a day in adult. It is called proteinuria. Okay, അപ്പോൾ മനസ്സിലാക്കുക, ലെസ് ദാൻ, അതായത് 150 milligrams can be excreted a day. അത് ഫിൽട്ടർ ചെയ്ത് വരുന്ന പ്രോട്ടീൻസ് എല്ലാം മറിച്ച് ഇങ്ങനെ ഡീസ്കമേഷൻ നടക്കുമ്പോൾ ട്യൂബുലാർ സെക്രേഷൻ നടക്കുമ്പോൾ വരുന്ന പ്രോട്ടീൻസ് ആണ്. ആൻഡ് വെൻ ദിസ് വാല്യൂ ഗോ ബിയോണ്ട് 150 milligrams, it is called proteinuria. ഇനി പ്രോട്ടീനുരിയന്റെ കോസസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വാട്ട് ആർ ദ കോസസ് ഫോർ പ്രോട്ടീനുരിയ? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗ്ലോമറുലാർ പ്രോട്ടീനുരിയ. വേറെ ഉണ്ട് ഗ്ലോമറുലാർ പ്രോട്ടീനുരിയ ഉണ്ട്, ട്യൂബുലാർ പ്രോട്ടീനുരിയ, ഓവർഫ്ലോ പ്രോട്ടീനുരിയ, ഹീമോഡൈനാമിക് പ്രോട്ടീനുരിയ, പോസ്ട്രീനൽ പ്രോട്ടീനുരിയ, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഗ്ലോമറുലാർ പ്രോട്ടീനുരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഗ്ലോമറുലസിൽ എന്താ അതിന്റെ പെർമിയബിലിറ്റി കൂടുമ്പോ, ഗ്ലോമറുലസിന്റെ പെർമിയബിലിറ്റി കൂടുമ്പോൾ സാധാരണ ഗ്ലോമറുലസിന്റെ ഫംഗ്ഷൻ എന്താ, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് പ്രോട്ടീൻസിനൊന്നും എന്താ യൂറിനിക്ക് കടക്കാൻ സമ്മതിക്കൂല, ബാക്കി എന്താ പറയാ വേണ്ടാത്ത സബ്സ്റ്റൻസ് മാത്രം ഈ ട്യൂബ്യൂൾസ് കൂടെ പോയിട്ട് അങ്ങനെ യൂറിൻ എക്സ്ക്രീഷൻ നടക്കും. അതാണ് ഗ്ലോമറുലസിന്റെ ഫംഗ്ഷൻ. പക്ഷെ when this glomerular permeability increases, എന്തെങ്കിലും ഗ്ലോമറുലർ ഡിസീസസ് കാരണം, വല്ല നെഫ്രോട്ടിക് സിൻഡ്രോം, അങ്ങനെ വല്ല കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഗ്ലോമറുലർ ഡിസീസസ് കാരണം മീൻസ് പെർമിയബിലിറ്റി ഇൻക്രീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ പെർമിയബിൾ. അപ്പൊ മോർ പെർമിയബിൾ ആവുമ്പോൾ ഈ സബ്സ്റ്റൻസിനൊക്കെ എന്താ പറയുക ഫിൽട്രേഷൻ നടക്കുന്ന സമയത്ത് ഇറ്റ് വിൽ എൻറ്റർ ഇൻ ടു ദ ട്യൂബ്യൂൾസ് ആൻഡ് ഗെറ്റ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ. അതാണ് ഗ്ലോമറുലർ പ്രോട്ടീനുരിയ. അപ്പൊ സിംപ്ലി ഗ്ലോമറുലർ പ്രോട്ടീനുരിയ എന്ന് പറഞ്ഞാൽ യുവർ ഗ്ലോമറുലർ പെർമിയബിലിറ്റി ഇൻക്രീസസ്. അപ്പൊ അത് രണ്ട് ടൈപ്പ് ഓഫ് ഗ്ലോമറുലർ പ്രോട്ടീനുരിയ ഉണ്ട്, സെലക്ടീവ് ഗ്ലോമറുലർ പ്രോട്ടീനുരിയ ആൻഡ് നോൺ സെലക്ടീവ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സെലക്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ഗ്ലോമറുലർ പ്രോട്ടീനുരിയ ആണ്. കാരണം സ്റ്റാർട്ടിംഗ് ആവുമ്പോൾ എന്താ കുറേശ്ശെ പെർമിയബിലിറ്റി കൂടുക. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ
ഇറ്റ് ഈസ് സംവാട്ട് പെർമിയബിൾ. നോർമലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സംവാട്ട് മോർ പെർമിയബിൾ. അപ്പൊ അങ്ങനെ ആയി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ പ്രോട്ടീൻസ് ഒക്കെ കണ്ടു തുടങ്ങും. ചെറിയ ചെറിയ പ്രോട്ടീൻസ് ഒക്കെ ട്യൂബ്യൂൾസ്ക്ക് എൻട്രി ചെയ്യും, എക്സ്ക്രീറ്റഡ് ആവും. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ മോർ സിവിയർ ആയി കഴിഞ്ഞാൽ എന്താ, പെർമിയബിലിറ്റി നല്ലോണം കൂടി. അപ്പൊ നല്ലോണം കൂടി കഴിഞ്ഞാൽ ലാർജർ പ്രോട്ടീൻസും എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ. അതാണ് നോൺ സെലക്റ്റീവ്. ആദ്യം സെലക്റ്റീവ് ആണ്. ഇറ്റ് സെലക്റ്റീവ്ലി അലോസ് ദ ലോ മോളിക്കുലർ പ്രോട്ടീൻസ്, ലോ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ സ്മോളർ പ്രോട്ടീൻസ്. പക്ഷെ when the severity of the glomerular permeability increases, all the proteins get excreted in the urine. That is, your glomerulus becomes non-selective. Okay, അപ്പൊ അതാണ് ഗ്ലോമറുലർ പ്രോട്ടീനൂരിയ. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോമറുലർ പ്രോട്ടീനിയ ഉണ്ടാകുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ an important thing is your nephrotic syndrome. In nephrotic syndrome there is a massive proteinuria. അപ്പൊ nephrotic syndrome important ആണ്. It is an example for glomerular proteinuria. In fact, a massive glomerular proteinuria. ഇനി സെലക്റ്റീവിനും നോൺ സെലക്റ്റീവിനും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്നാണ്. അപ്പൊ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നോർമൽ ബ്ലഡില് പ്രോട്ടീൻസിനെ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിൽ എല്ലാം ഉണ്ട്. കാരണം സിറത്തിൽ എല്ലാം ഉണ്ട്. ആൽബുമിൻ ഉണ്ട്, പിന്നെ ആൽഫ ബീറ്റ മൈക്രോഗ്ലോബുലിൻസ് ഉണ്ട്, ഗാമ ഗ്ലോബുലിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒരു നോർമൽ സീറം ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ കണ്ടില്ല, ഇതാണ് നോർമൽ സീറം ഇലക്ട്രോഫോറസിസ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു നോർമൽ യൂറിൻ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അല്ല സോറി, ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നോർമൽ സീറം ഇലക്ട്രോഫോറസിസ്. ഇനി നമ്മൾ യൂറിൻ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പോവാണ്. അപ്പൊ സപ്പോസ് ഇയാൾക്ക് എന്തുണ്ട്, ഇയാൾക്ക് സെലക്റ്റീവ് ഗ്ലോമറുലർ പ്രോട്ടീനൂരിയ ഉണ്ട്. സെലക്റ്റീവ് ഗ്ലോമറുലർ പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ഗ്ലോമറുലർ പ്രോട്ടീനൂരിയ ആണ്. അപ്പൊ അതുകൊണ്ട് സംവാട്ട് മോർ പെർമിയബിൾ ആണ് ഗ്ലോമറുലസ്. അപ്പൊ ഒരു ചെറിയ ലോ മോളിക്കുലർ വെയിറ്റ് ഉള്ള ആൽബുമിനെ എന്ത് ചെയ്ത്, ആൽബുമിൻ ഇല്ല, ആൽബുമിൻ ഓക്കെയാണ്, ആൽബുമിൻ ഇവിടെ അല്ലേ കൂടുതൽ. അപ്പൊ ആൽബുമിൻ സാധാരണ ചെറിയ എമൗണ്ടിൽ യൂറിനിൽ കാണട്ടെ, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. മറിച്ച് സ്മോളർ പ്രോട്ടീൻസ് ആണ് ആൽഫ 1 മൈക്രോഗ്ലോബുലിൻ, പിന്നെ ബീറ്റ മൈക്രോഗ്ലോബുലിൻ ഒക്കെ. അപ്പൊ ആ ബാൻഡ് ബീറ്റ മൈക്രോഗ്ലോബുലിൻ ഒക്കെ ചെറുതാ. അപ്പൊ ബീറ്റ മൈക്രോഗ്ലോബുലിന്റെ ബാൻഡ് മാത്രം കാണുന്നുള്ളൂ. കാരണം ഇയാൾക്ക് is having selective glomerular proteinuria. പക്ഷെ ഇവിടെ നോക്ക്, എക്സാക്ട്ലി നമുക്ക് പറയാം ഈ സീറം ഇലക്ട്രോഫോറസിസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഇവിടെ കിട്ടും. യൂറിനും കറക്റ്റ് ആൽബുമിൻ, മൈക്രോഗ്ലോബുലിൻസ്, ഗാമ ഗ്ലോബുലിൻ എല്ലാം ഉണ്ട്. കാരണം എന്താ, ഇയാളുടെ ഗ്ലോമറുലസ് ഹാസ് ബിക്കം ഹൈലി പെർമിയബിൾ. ഓക്കെ, അപ്പൊ ഭയങ്കരമായിട്ട് പെർമിയബിൾ ആയപ്പോ ശരിക്കും സീറം എന്താ ബ്ലഡിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസും ഇപ്പൊ യൂറിനിൽ ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി മച്ച് പെർമിയബിൾ. പക്ഷെ ഈ കേസിൽ സിൻസ് ഇറ്റ് ഈസ് സെലക്റ്റീവ്, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ളൂ. അപ്പൊ സ്മോളർ ഈ ബീറ്റ മൈക്രോഗ്ലോബുലിനൊക്കെ ചെറിയ പ്രോട്ടീൻസ്, അപ്പൊ അതൊക്കെ കാണുന്നുള്ളൂ. ആൽബുമിനും വല്ലാണ്ടില്ല. ഇവിടെ ആൽബുമിൻ കറക്റ്റ് സീറത്തിൽ കിട്ടുന്ന പോലെ തന്നെ കിട്ടും. ഓക്കെ, ഇത് വരാം അതിന്റെ മുന്നേ. അപ്പൊ അതാണ് ഗ്ലോമറുലർ പ്രോട്ടീനൂരിയ. ഇനി ട്യൂബുലർ പ്രോട്ടീനൂരിയ. ട്യൂബുലർ പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്ക് ഗ്ലോമറുലസിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഗ്ലോമറുല ഓക്കെയാണ്. പക്ഷെ ഇപ്പോ എന്താ പറയാ, നോർമലി നമുക്ക് ഈ ഭയങ്കര ലോ മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഗ്ലോമറുലസ് ഫിൽട്ടർ ചെയ്ത് വരും. ഭയങ്കര ലോ മോളിക്കുലർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലോമറുലസ് കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് വരും. പക്ഷെ നമ്മൾ യൂറിനിൽ കാണാത്തത്, നോർമലി യൂറിനിൽ കാണാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്യൂബ്യൂൾസ് ആർ റീഅബ്സോർബിങ് ദീസ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ ട്യൂബ്യൂൾസ് ഒക്കെ ഈ പ്രോട്ടീൻസിനെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ട്യൂബുലാർ പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞാൽ ട്യൂബ്യൂൾസ് ആർ ഇംപെയർഡ് ഫങ്ഷനിങ് ഓഫ് ദ ട്യൂബ്യൂൾസ്. അപ്പൊ ട്യൂബ്യൂൾസ് ഇംപെയർഡ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഈ ചെറിയ ഗ്ലോമറുലസ് വഴി വരുന്ന ചെറിയ ഗ്ലോമറുലസ് നോർമൽ ആണ്, അത് വെറും ചെറിയ സൈസുള്ള പ്രോട്ടീൻസിനെ അലോ ചെയ്യുന്നുള്ളൂ. പക്ഷെ ട്യൂബ്യൂൾ ആണ് ഇംപെയർഡ് ആയത്, അതുകൊണ്ട് ഇതിനൊന്നും റീഅബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തുണ്ടാവും, യൂറിനിൽ യു വിൽ ഗെറ്റ് ലോ മോളിക്കുലർ പ്രോട്ടീൻസ്, ലോ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻസ്. അതാണ് നേരത്തെ കണ്ടത്. ദിസ് ഇസ് ട്യൂബുലാർ പ്രോട്ടീനൂരിയ. എവിടെ, ദിസ് ഇസ് ട്യൂബുലർ പ്രോട്ടീനൂരിയ. കാരണം ചെറിയ ചെറിയ മൈക്രോഗ്ലോബുലിൻസിന്റെ ബാൻഡ് മാത്രം കിട്ടും. ഓക്കെ, കാരണം എന്താ, ഇവിടെ ഗ്ലോമറുലസിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ട്യൂബ്യൂലസ് ഇംപെയർഡ്. ഇനി ഓവർഫ്ലോ പ്രോട്ടീനൂരിയ. ഓവർഫ്ലോ പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്യൂബ്യൂളിനോ നെഫ്രോണിനോ ഒന്നുമില്ല. പക്ഷെ ഈ സിറത്തില് ഈ പ്രോട്ടീൻസ്
ഓക്കെ 10 മിനിറ്റിൽ മീറ്റിംഗ് കഴിയും. സിറത്തിൽ ഈ പ്രോട്ടീന്റെ amount സിറത്തിൽ ഈ പ്രോട്ടീന്റെ അമൗണ്ട്സ് കൂടുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു എന്താ പറയാ ഇവരുടെ high concentration in blood കാരണം they will flow into the normally they will flow into the glomerulus, അങ്ങനെ ട്യൂബ്യൂളിക്ക് വരും. കാരണം എന്താ അവരുടെ സിറത്തിലുള്ള amount കൂടുന്നോണ്ട് they will overflow into the tubules, അങ്ങനെ get excreted in the urine. അപ്പോൾ അവിടെ നെഫ്രോണിന്റെ പ്രശ്നമല്ല, പക്ഷെ ആ സീറത്തിലുള്ള ലെവൽ കൂടിയതുകൊണ്ട്. ഈ ഹീമോഡൈനാമിക് പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീമോഡൈനാമിക് പ്രോട്ടീനൂരിയ ഒരു ട്രാൻസിയന്റ് കണ്ടീഷനാണ്. കാരണം ബ്ലഡ് ഫ്ലോ, ഹീമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡിന്റെ നോർമൽ ഫ്ലോ. അപ്പോൾ ഈ നോർമൽ ഫ്ലോക്ക് വല്ല പ്രശ്നം, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആകുമ്പോൾ ഈ എന്താ പറയാ പ്രഷർ, ബ്ലഡ് പ്രഷർ കൂടിയ സിറ്റുവേഷൻ അല്ല, അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്ത സമയത്ത് അപ്പോഴൊക്കെ ഈ ഫ്ലോ ഓഫ് യുവർ ബ്ലഡ് ഈസ് വെരി മച്ച് എന്താ പറയാ പ്രഷർ കൂടിയിട്ടാ പോണത്, ഹൈ ആണ്. അപ്പൊ ആ സമയത്ത് കുറച്ച് ഈ ഓവർഫ്ലോ സിറ്റുവേഷൻ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലഡിന്റെ ഫ്ലോ കാരണം they get filtered through your glomerulus and get excreted in the urine. Okay, അതൊരു ട്രാൻസിയന്റ് കണ്ടീഷൻ ആണ്. അപ്പോ ഇവിടെ കണ്ടില്ല, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹെവി എക്സസൈസ്, ഹൈ ഫീവർ സമയത്തൊക്കെ വരുന്നതാ. ആൻഡ് വെൻ ആ നമ്മളെ അണ്ടർലൈങ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ അണ്ടർലൈങ് കണ്ടീഷൻ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീമോഡൈനാമിക് പ്രോട്ടീനൂരിയ ഉണ്ടാവില്ല. അതിലൊരെണ്ണാണ് പോസ്റ്ററൽ പ്രോട്ടീനൂരിയ, ഓർത്തോസ്റ്റാറ്റിക് പ്രോട്ടീനൂരിയ എന്ന് പറയുന്നത്. ഇതൊരു ഫിസിയോളജിക്കൽ കണ്ടീഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ് പോസ്റ്ററൽ പ്രോട്ടീനൂരിയ സീൻ ഇൻ അഡോളസെൻസ്. കാരണം ഈ അഡോളസെൻസിൽ ഈ നമ്മള് നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡിങ് പോസ്റ്ററിൽ എന്തുണ്ടാവും, പ്രോട്ടീനൂരിയ കാണും. അത് ഇത് പൊസിഷണൽ ആണ്, പോസ്റ്ററൽ ഓർ ഓർത്തോസ്റ്റാറ്റിക് ആണ്. സ്റ്റാൻഡിങ് സമയത്ത് ഉണ്ടാവും, പക്ഷെ വെൻ വി ആർ ഇൻ റികംപെന്റ് അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷൻ ആണെങ്കിൽ ഇല്ല. അതാണ് പോസ്റ്ററൽ ഓർ ഓർത്തോസ്റ്റാറ്റിക്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ചോദിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഇതൊക്കെ അറിയാം, പക്ഷെ ഇതൊരു പാത്തോളജി ഒന്നുമല്ല. പോസ്റ്റ് റീനൽ പ്രോട്ടീനൂരിയ. പോസ്റ്റ് റീനൽ പ്രോട്ടീനൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നിയോപ്ലാസം ഇൻ ദ കിഡ്നി. ഓക്കെ, വല്ല പെൽവിസിലോ അല്ലെങ്കിൽ യുറേറ്ററിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ദർ ഈസ് സം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നിയോപ്ലാസം. ദർ ഈസ് പോസ്റ്റ് റീനൽ പ്രോട്ടീനൂരിയ. അപ്പോ പ്രോട്ടീൻസ് ഓക്കെ അല്ലെ. പ്രോട്ടീൻസ് നോർമലി എന്താവില്ല, നോർമലി ലെസ് ദാൻ 150 milligram ഉള്ളൂ എക്സ്ക്രീഷൻ. പക്ഷെ നമ്മുടെ നോർമൽ ടെസ്റ്റ് അത് ഡിറ്റക്ട് ചെയ്യില്ല. വെൻ ദിസ് protein excretion go beyond 150 milligrams a day, it is called proteinuria. So types glomerular പറയേണ്ട വിചാരിക്കുന്നു, glomerular proteinuria, that is permeability കൂടുകയാണ്. tubular proteinuria, tubules are impaired so that they can't reabsorb the smaller proteins that is filtered via the glomerulus. പിന്നെ overflow proteins, അതായത് serum level കൂടുമ്പോൾ they overflow into the tubules. hemodynamic proteinuria എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ട്രാൻസിയന്റ് കണ്ടീഷൻ. ബ്ലഡിന്റെ ഫ്ലോ കാരണം സച്ച് ആസ് ഇൻ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിലും ഒരു ടൈപ്പ് ഓഫ് ഓവർഫ്ലോ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ പ്രോട്ടീൻസ് ഗെറ്റ് ഫിൽറ്റേർഡ് ഇൻ ടു ദ ട്യൂബ്യൂൾസ്. പിന്നെ പോസ്റ്റ് റീനൽ, ഇവിടെ ദർ ഈസ് സം അണ്ടർലൈങ് ഇൻഫ്ലമേഷൻ ഓർ നിയോപ്ലാസം. ഇനി പ്രോട്ടീനൂരിയ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് ടെസ്റ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബയോകെമിസ്ട്രി ചെയ്ത സെയിം സാധനം. അതായത് നമ്മൾ വിൽ ടേക്ക് ക്ലീൻ യൂറിൻ എടുക്കണം, ക്ലീൻ അസിഡിക് യൂറിൻ തന്നെ എടുക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലീൻ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫിൽറ്റർ ദ യൂറിൻ. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അസിഡിക് നമ്മൾ വി ഷുഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് 10% അസിറ്റിക് ആസിഡ്. എന്നിട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് നോക്കണം. അപ്പൊ അൺടിൽ എന്താ പറയാ അസിഡിക് ആവണ വരെ വി ഷുഡ് ആഡ് അസിറ്റിക് ആസിഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ അസിഡിക് കണ്ടീഷൻ ദ പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് proteins get precipitated when boiled in an acidic solution. Okay, അപ്പോ ഇപ്പൊ നമുക്ക് we have a clean acidic sample of urine. അപ്പൊ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ 2/3 of the ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ആ സാമ്പിൾ ഓഫ് യൂറിൻ എടുത്ത് ആൻഡ് വി ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ എ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പർ പാർട്ട് ഓഫ് ദ സാമ്പിള് ഫ്ലെയിമിന്റെ അവിടെ കൊണ്ടുവന്നിക്കാണ്, അതായത് ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, വി ആർ നോട്ട് ഡിസ്റ്റർബിങ് ദ റെസ്റ്റ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് ബോയിൽ ആയി കഴിഞ്ഞാൽ വി വിൽ സീ ആ ക്ലൗഡിനെസ് അല്ലെങ്കിൽ ഒരു ടർബിഡിറ്റി കിട്ടും. പിന്നെ നമ്മൾ സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ച കാരണം ലോവർ പാർട്ട് ഒന്നും ഹീറ്റ് ചെയ്യാത്തതുകൊണ്ട് വി ക്യാൻ കമ്പയർ ദ പാർട്സ്, ദ അപ്പർ ആൻഡ് ലോവർ പാർട്ട്. ലോവർ പാർട്ട് ക്ലിയർ ആയിരിക്കും, അപ്പർ പാർട്ട് ക്ലൗഡി ആയിരിക്കും.
അപ്പൊ ഇങ്ങനെ ക്ലൗഡിനെസ് വന്നു കഴിഞ്ഞാൽ, അപ്പൊ ക്ലൗഡിനെസ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് എന്താ പറയാ ടു പോസിബിലിറ്റീസ്. ക്ലൗഡിനെസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐദർ ഡ്യൂ ടു ദ ടർബിഡിറ്റി, ക്യാൻ ബി ഐദർ ഡ്യൂ ടു ഫോസ്ഫേറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂ ടു പ്രോട്ടീൻസ്. അപ്പൊ നമുക്ക് അത് എന്താ പറയാ ഷുവർ ആക്കണം എന്താ പ്രോട്ടീൻ ആണോ ഫോസ്ഫേറ്റ് ആണോ എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ആഡ് 10% acetic acid and we will boil the upper part again. So if it is proteins, turbidity retain ചെയ്യും. പക്ഷെ if it is due to phosphates, it will disappear. Okay, അപ്പൊ അതാണ് heat and acetic acid test. അപ്പൊ heat and acetic acid test works on the principle that proteins get precipitated when boiled in an acidic solution. അപ്പൊ we are taking a sample of urine which is a clean sample of urine and acidic. അത് acidic ആണ് നമ്മൾ ensure ചെയ്യാൻ വേണ്ടിയിട്ട് we'll use a litmus paper. അങ്ങനെ അത് acidic അല്ല എന്നുണ്ടെങ്കിൽ we will add 10% acetic acid drop by drop until the litmus paper shows red, acidic ആവണ വരെ. ഇനി we are taking 2/3 urine into the test tube. എന്നിട്ട് upper part നമ്മൾ heat ചെയ്യും. heat ചെയ്യുമ്പോൾ we will get turbidity. Turbidity കിട്ടി കഴിഞ്ഞാൽ we have to ensure that whether it is due to phosphates or proteins. അപ്പോൾ we will add 10% acetic acid again. എന്നിട്ട് if it is retained, it is due to proteins. If it disappears, it is due to phosphates. Okay. അപ്പോ അതാണ് ഹീറ്റ് ആൻഡ് അസിഡിക് ആസിഡ് ടെസ്റ്റ്. ഇത് കുഴപ്പമില്ല ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാ. ഇനി അടുത്തത് റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റ്, ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഒക്കെ ഇല്ല അത്. ഇവിടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ആൽബുമിൻ ഉണ്ടെങ്കിൽ, ആൽബുമിൻ ആണ് നമ്മൾ ആൽബുമിനൂറി ആണ് സസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഓക്കെ, കാരണം ഇത് മെയിൻലി ആൽബുമിൻ ആണ് ഡിറ്റക്ട് ചെയ്യുക. ഇവിടെ ഈ റിയേജന്റ് സ്ട്രിപ്പ് ഇല്ല, ഇതാണ് സംഭവം. ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ഒരു റിയേജന്റ് പാഡ് ഏരിയ ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ ബി ഇംപ്രഗ്നേറ്റഡ് വിത്ത് എൻ ഇൻഡിക്കേറ്റർ ദാറ്റ് ഈസ് ബ്രോമോഫിനൽ ബ്ലൂ വെച്ചിട്ട് ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് എന്താ പറയാ യൂറിന് ഡിപ്പ് ചെയ്യുമ്പോ ഇതിന്റെ പ്രിൻസിപ്പിൾ ഇടണം. ഓക്കെ, നമ്മള് ഈ യൂറിനിൽ ഡിപ്പ് ചെയ്യും. ഇൻഡിക്കേറ്ററിന്റെ കൂടെ തന്നെ ഇതും ഉണ്ടാവും കേട്ടോ. അത് ഇറ്റ് വിൽ ബി ബഫേർഡ് ഇൻ ടു ആൻ അസിഡിക് pH, സിട്രേറ്റ് വെച്ചിട്ട് അത് pH 3 സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ റിയേജന്റ് പാഡ്. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റർ ഇസ് ബ്രോമോഫിനോൾ ബ്ലൂ ആൻഡ് ദ pH ഈസ് സെറ്റ് ഇൻ ടു 3, അസിഡിക് pH ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂറിനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് പ്രോട്ടീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും, ഇറ്റ് ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ടു ദ പ്രോട്ടീൻസ്. ആ യൂറിനിലുള്ള പ്രോട്ടീൻ ഒക്കെ അഡ്സോർബ്ഡ് ആയിട്ട് ഇറ്റ് വിൽ ഷോ എ കളർ ചേഞ്ച്. ഓക്കെ, അപ്പൊ ഈ കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ചെയ്യണുണ്ടല്ലേ. അപ്പൊ ദിസ് ഇന്റൻസിറ്റി ഓഫ് ദ കളർ ഇസ് പ്രൊപ്പോർഷണൽ ടു പ്രോട്ടീൻ കോൺസെൻട്രേഷൻ. എത്രത്തോളം കളർ ഉണ്ട് ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ amount ഓഫ് പ്രോട്ടീൻ ഇൻ ഇറ്റ്. അപ്പൊ ദിസ് ഇസ് എ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. കളർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അത് ഇൻഡിക്കേറ്റർ ഡൈ ഉണ്ട്, ഇറ്റ് ഈസ് സെറ്റ് ഇൻ ടു a pH of 3. അപ്പോ ഇതില് ഇപ്പൊ ആൽബുമിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കളർ റീറ്റെയിൻ ചെയ്യും, യെല്ലോ. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് ആൽബുമിൻ ഒരു ബ്ലൂ ഗ്രീൻ കളർ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഈ റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ദിസ് ഈസ് മോർ സ്പെസിഫിക് ഫോർ ആൽബുമിൻ. നമ്മൾ ആൽബുമിനൂരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് വിൽ ഗോ ഫോർ എ ഡിപ്സ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റ്. ഇപ്പൊ ഇത് ബെൻസ്ഡോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ പോലുള്ള പ്രോട്ടീൻസ് ആണ് നമ്മൾ സസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൽബുമിൻ ആണ് കൂടുതലും സ്പെസിഫിക്. ഓക്കെ, അപ്പോ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ട്യൂബുലാർ പ്രോട്ടീനൂരിയയിൽ ശരിക്കും പറഞ്ഞാല് ഈ ലോ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻസ് റീഅബ്സോർബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നല്ലോ, ട്യൂബ്യൂൾസ് ഇമ്പയർഡ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂല, കാരണം ഇവിടെ ആൽബുമിൻ പോലുള്ള ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻസ് അല്ല ഈ ഇതിൽ ട്യൂബ്യൂളുള്ളത്. മറിച്ച് ഈ ചെറിയ ചെറിയ പ്രോട്ടീൻസ് ട്യൂബ്യൂൾസിന് റീഅബ്സോർപ്ഷൻ ഇമ്പയർഡ് ആയതുകൊണ്ട് യൂറിനിൽ വന്നതാണ്. അപ്പോൾ വി കനോട്ട് യൂസ് എ റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് ട്യൂബുലാർ പ്രോട്ടീനൂരിയ. ഇനി തേർഡ് വൺ സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ലൈക്ക് എ കൺഫർമേറ്ററി ടെസ്റ്റ്. അത് നമ്മളിപ്പോ റിയേജന്റ് സ്ട്രിപ്പ് ടെസ്റ്റ് ചെയ്താലും വി ഷുഡ് കൺഫേം ഇറ്റ് വിത്ത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. അതായത് ഇവിടെ എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ യൂറിൻ സാമ്പിൾക്ക് സൾഫോസാലിസിലിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ
നമുക്ക് ഒരു ടർബിഡിറ്റി കിട്ടും. അതായത് ഈ ആസിഡ്, ഈ ഓർഗാനിക് ആസിഡ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഡീനാച്ചർ ദ പ്രോട്ടീൻസ് ഇൻ ദ യൂറിൻ. നമ്മൾ പ്രോട്ടീൻ യൂറിയ ആണല്ലോ ഡിറ്റക്ട് ചെയ്യാൻ നോക്കുന്നത്.